ആകെ ഉത്സവത്തിന്റെ പ്രതീതിയായിരുന്നു കുന്നംകുളം സീനിയർ ഗ്രൗണ്ട്. കാണികൾ കൊണ്ട് ഈ വേദി നിറഞ്ഞില്ലെങ്കിലും വിവാദങ്ങൾ കൊണ്ടും പരാതികൾ കൊണ്ടും മേളയിലെ വാദനവേദി നിറഞ്ഞു കവിഞ്ഞു. RS ഹാരിസ് തയ്യാറാക്കിയ റിപ്പോർട്ട്. രാവിലെ ചെണ്ടമേളം ആരംഭിച്ചത് മുതൽ തന്നെ പരാതികളും വിവാദങ്ങളും ആരംഭിച്ചിരുന്നു. കലോത്സവത്തിന് കാണികളുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമാകാറുള്ള പഞ്ചവാദ്യ മത്സരത്തിന് ശുഷ്കമായ സദസ്സായിരുന്നു ഉണ്ടായിരുന്നത്. മേളം കൊട്ടിക്കയറിയപ്പോൾ വേദിയിലെ താളപ്പെരുക്കത്തിന്റെ ആവേശമൊന്നും സദസ്സിലുണ്ടായില്ല. തിമിലയും മദ്ദളവും ഇടയ്ക്കയും ഇലത്താളവും കൊമ്പും ഒന്നിനൊന്ന് മികച്ചതായി കുഞ്ഞു കൈകളിൽ താളഗോപുരം തീർക്കുമ്പോൾ സദസ്സ് ഇങ്ങനെയായിരുന്നു. സമരപന്തലിന്റെ മാതൃകയിലുള്ള പഞ്ചവാദ്യവേദി കണ്ടപ്പോൾ തന്നെ മത്സരത്തിനായി എത്തിയ കുട്ടികളുടെ പരിശീലകർ പരാതികളുമായി എത്തി. വാദ്യകലകളോടുള്ള അവഗണനയാണ് ഇത്തരം വേദിയൊരുക്കിയതിലൂടെ തെളിയുന്നതെന്നും ഉപജില്ലാ കലോത്സവത്തിന്റെ നിലവാരം പോലും വേദികൾക്കുണ്ടായില്ലെന്ന് പ്രശസ്ത വാദ്യകലാകാരൻ പാലക്കൽ അജി CCTVയോട് പറഞ്ഞു. ഹൈസ്കൂൾ വിഭാഗത്തിൽ പഞ്ചവാദ്യത്തിൽ പങ്കെടുത്ത 2 ടീമുകൾക്കും A ഗ്രേഡ് ലഭിച്ചു. മികവാർന്ന പ്രകടനത്തിലൂടെ ഇരിങ്ങാലക്കുട ആനന്ദപുരം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂൾ സംസ്ഥാനതല മത്സരത്തിന് യോഗ്യത നേടി. ഞങ്ങൾ ആദ്യമായിട്ടാണ് സ്കൂളിൽ നിന്ന് ഇങ്ങനെ പഞ്ചവാദ്യത്തിന് വരുന്നത്. ഞങ്ങൾ ഈ വർഷം തൊട്ട് പഠിച്ചു തുടങ്ങിയതാണ് ഈ പഞ്ചവാദ്യം. പിന്നെ ആദ്യമായിട്ട് വന്ന കാരണം ചെറിയൊരു പേടിയും ഭയങ്കര ഇതൊക്കെ ഉണ്ടായിരുന്നു. പരിശീലനമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? പരിശീലനം അത്ര കുഴപ്പമുണ്ടായിരുന്നില്ല. എത്ര മാസം പരിശീലിച്ചു? 2 മാസം 1.5-2 മാസമൊക്കെ ഏകദേശം പരിശീലിച്ചിട്ടുണ്ട്. 2 മാസം കൊണ്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി? കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. സ്റ്റേറ്റിൽ പോയി കഴിഞ്ഞാൽ എന്തായാലും നല്ല വിശ്വാസമുണ്ട്. കാരണം ആശംസകളും നേരുകയാണ്. താങ്ക് യു സർ. 3 മാസം കൊണ്ടാണ് ഇവർ പരിശീലനം പൂർത്തിയാക്കി മത്സരത്തിനായി എത്തിയത്. ആദ്യമായിട്ടാണ് ഈ കുട്ടികൾ പഞ്ചവാദ്യം അവതരിപ്പിക്കുന്നത്. അവിട്ടത്തൂർ രാകേഷ്, തൃക്കൂർ കുട്ടൻ, കിനൂർ വിവേക് എന്നിവരുടെ ശിക്ഷണത്തിലായിരുന്നു പരിശീലനം. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മത്സരത്തിനായി ഇരിങ്ങാലക്കുട നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മാത്രമാണ് ഉണ്ടായത്. ഇരുട്ടിലായിരുന്നു മത്സരം ആരംഭിച്ചതും അവസാനിച്ചതും. ടീം CCTV.